പാചകമല്ല പാചകം എങ്ങനെയാണ് വ്യത്യാസമാവുന്നത്? എനിക്ക് ഈ പയ്യനെ അടുത്ത് കിടമ്പോൾ എന്റെ കൈകാലം പറഞ്ഞു ഞാൻ കിടന്നു പോയേട്ടാ എനിക്ക് ആ കൊച്ചാ തരാൻ പോകുന്നത് എക്സലന്റ് കുക്ക് ആണോ? എന്നേക്കാൾ ബെറ്റർ ആണ് അല്ലേ? പ്ലസ് പിക്കിൾ മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങൾ ഇടിയിറച്ചി ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? എക്സ്പോർട്ട് ചെയ്യാണ് ചേച്ചി ഇവിടെ. നമ്മൾ ഇന്റർനാഷണൽ ലെവലാണ്. ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരും വർക്ക് ചെയ്തതൊക്കെ ബാംഗ്ലൂരാണ്. അപ്പൊ പിന്നെ ബാച്ചലർ ലൈഫിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ആ ഒരു കോഴ്സിനെ എടുത്ത് പഠിക്കാൻ കാരണം. പിന്നെ ഇങ്ങനെ ഷോ തുടങ്ങുന്നത് ആ ചേച്ചി എത്ര പേര് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യല്ലേ? എന്താണ് അപ്പൂസേ എത്ര നേരമായിട്ട് ഇവരെല്ലാരും വെയിറ്റ് ചെയ്യാം? അവരെ നിർത്താം. അഖിലിനെ ആരെ നിർത്തണ്ട ഇവിടെ? പക്ഷെ അവരെ മാറ്റി നിർത്താൻ നമ്മൾക്ക് ഷോ തുടങ്ങാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇപ്പൊ പെട്ടെന്ന് വിളിച്ചാൽ വരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പേടി ഇവരെ ചേർത്ത് നിർത്താൻ. ഇവരെന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിക്കും. നിങ്ങൾ ഇന്ന് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ പലതരത്തിലുള്ള കുക്കറി ഷോകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള കുക്കറി ഷോകൾ നിങ്ങൾ കാണുകയും നിങ്ങളൊക്കെ പലപ്പോഴും മത്സരിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സ്ഥിരം കാണുന്ന തരത്തിലുള്ള ഒരു കുക്കറി ഷോയേ അല്ല ഇന്ന് ഇവിടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോണത്. അതായത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് പാചകമല്ല പാചകം എങ്ങനെയാണ് വ്യത്യാസമാവുന്നത്. ഇവരൊക്കെ പല രീതിയിലും ഇവരുടെ വീട്ടിലും പുറത്തും ഒക്കെ പാചകം ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ വെറുതെ വന്ന് പാചകം ചെയ്ത് ഇവിടുന്ന് സമ്മാനം നിങ്ങൾ ആരും കൊണ്ടുപോകുന്നു വിചാരിക്കണ്ട. ഇവരെല്ലാവരെയും തന്നെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള മുഖമാണ്. ഇവരെല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നല്ല ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ ഇവരുടെ ആ ഒരു കഴിവും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ മത്സരിപ്പിക്കാൻ പോണത്. അങ്ങനെയാണ് വാചകമല്ല പാചകമാവുന്നത്. വെറുതെ വന്ന് പാചകം ചെയ്യാതെ നല്ല രീതിയിൽ വാചകം പഠിച്ച് ഞങ്ങളെയൊക്കെ ഇവിടെ മയക്കി വീഴ്ത്തി സമ്മാനം കൊണ്ടുപോകുന്ന ഏത് ടീമാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോ നമുക്ക് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ മൊത്തം 6 ടീമുകളാണുള്ളത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരെയും കാണാം, ടീമുകളെയൊക്കെ കാണാം. അപ്പോൾ ഈ 6 ടീമിനെ അങ്ങനെ വെറുതെ അങ്ങ് പാചകം ചെയ്യാൻ വിടാതെ അവരെ ഒന്ന് അവരുടെ മുന്നിൽ നിർത്തി അവരെ ഒന്ന് നോക്കാനായിട്ട് നമുക്ക് 2 ലീഡേഴ്സിനെയും കൂടെ ക്ഷണിക്കാം. നിങ്ങളിലെ 3 പേര് ആ ഒരു ടീം ലീഡർ, മറ്റേ 3 പേരെ മറ്റൊരു ലീഡർ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടിംഗ് സിസ്റ്റം നൽകിക്കൊണ്ട് ഈ 2 ലീഡേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ വിളിക്കാൻ പോകുന്ന ടീം ലീഡർ എന്ന് പറയുന്നത് ഒരുപാട് കുക്കറി ഷോകളിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചയമായ ഒരു മുഖമാണ്. നിലവിൽ നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ കസ്റ്റമൈസ്ഡ് കേക്ക്സും അല്ലാതെ ഒരുപാട് വെറൈറ്റി കേക്ക്സ് ഒക്കെ ഇന്നിപ്പോ നമുക്ക് മുന്നിൽ വിളമ്പി തന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ ഇവിടെ ഇങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീന ബഷീർ. റീന ചേച്ചി ഓടി വരൂ. റീന ചേച്ചി പ്രത്യേകം ഞാൻ ആർക്കും ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതുപോലെ നിന്ന് വാചകം അടിച്ച് എത്ര എപ്പിസോഡുകളിലൂടെ എത്ര ഐറ്റംസ് ആണ് ചേച്ചി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അല്ലെ? പക്ഷേ ചേച്ചി വാചകം അടിച്ച് അങ്ങനെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്നത്തെ ഈ വാചകമല്ല പാചകം. ചേച്ചിയെ ഞങ്ങൾ ഇന്ന് ഞെട്ടിപ്പിക്കും. അപ്പൊ ചേച്ചി കുറെ നാളായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. ഇപ്പൊ ചേച്ചിന് ഇപ്പൊ എല്ലാവർക്കും പരിചയമുണ്ട്, നന്നായിട്ടല്ല അറിയാം. ഓക്കെ, അപ്പൊ ചേച്ചി ഇവിടെ എന്റെ വലത് സൈഡിലുണ്ടെങ്കിൽ എനിക്ക് ഇടത് സൈഡിലും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരാൾ വേണം. ഓക്കെ, ഈ നമ്മുടെ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീൽഡിലെ ഏറ്റവും പുതിയതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഈ ഒരു മേഖലയിൽ ഒരു ട്രെൻഡിങ് തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഫുഡി ഇൻ കാർ. ഫുഡി ഇൻ കാറിനെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. യെസ്, ഹായ്.
ഫുഡി ഇൻ കാർ എന്നുള്ള മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത്. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പേര് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ആ പേര് റിവീൽ ചെയ്യട്ടെ. യെസ്, ഈ ഫുഡി ഇൻ കാർ ആണ് മിസ്റ്റർ അഖിൽ. അപ്പൊ ഇനി ഇത് നിങ്ങളുടെ രണ്ട് ലീഡേഴ്സിന്റെ സമയമാണ്. നമുക്ക് നോക്കാം, നിങ്ങൾ തമ്മിലാണ് ഇനി ഒരു ശരിക്കും മത്സരം ഇവിടെ വരാൻ പോണത്. 3 പോയിന്റ് നിങ്ങളിൽ ആരാണ് സ്കോർ ചെയ്യണത് അവരായിരിക്കും വിൻ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം ഞാൻ നിങ്ങളെ സഹായിക്കുന്നു വിചാരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടാതിരിക്കാനായിരിക്കും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എങ്ങനെയും ആ 3 പോയിന്റ് എടുത്ത് നിങ്ങൾ തമ്മിൽ മത്സരിച്ച് വിജയിച്ച് പൊയ്ക്കോണം. ഓക്കെ, നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ 6 ടീം. പക്ഷെ നമുക്ക് ഒരു ടീം ഇവിടെ എത്തിയിട്ടില്ലല്ലോ. അതെ, മിസ്സിംഗ് ആണല്ലോ. എത്തുവോ? അവർ ഓൺ ദ വേ ആണ്, വരും എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ടീമിനെ വിളിക്കാം. ആദ്യത്തെ ടീം എന്ന് പറയുന്നത് മഴവിൽ മനോരമയിലൂടെ സൂപ്പർ കൺമണി എന്ന സീരിയലിലൂടെ നമ്മളുടെ എല്ലാം മനസ്സ് കവർന്ന ഒരു വില്ലനും വില്ലത്തിയും. അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫസ്റ്റ് കാളൻ ടീമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. കിരണും അഞ്ജലിയും. അതെ, നിങ്ങൾ ശരിക്കും ഭയങ്കര കഷ്ടപ്പെട്ടാണോ സീരിയൽ അഭിനയിക്കാറുള്ളത്? അതിനകത്ത് എന്തൊരു വില്ലനും വില്ലത്തിയും ഭയങ്കരമായിട്ട് ഇങ്ങനെ, പക്ഷെ എന്തൊരു സ്വീറ്റ് ആണെന്ന് പറയുന്നത് നേരിട്ട് കണ്ട് പരിചയപ്പെടുമ്പോ 2 പേര്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. റിയൽ സ്വഭാവം ഭയങ്കര സ്വീറ്റ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ അഭിനയാണ്. അപ്പൊ ശരിക്കും അഭിനയിക്കുക തന്നെയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങളും പാചകവും തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരും വർക്ക് ചെയ്തതൊക്കെ ബാംഗ്ലൂരാണ്. അപ്പൊ പിന്നെ കുക്ക് ചെയ്യാൻ പിന്നെ മറ്റേ ബാച്ചലർ ലൈഫിൽ ഒരുപാട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോൺ വെജ് എല്ലാം അറിയാം, വെജിറ്റേറിയൻ ആണെങ്കിലും അറിയാം. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് അഞ്ജലി ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ അതിലേക്ക് പോവാം. നമുക്ക് ബാക്കി ടീമിനെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട്. ഓക്കെ, അപ്പൊ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്കിനി നമ്മുടെ അടുത്ത ടീം, അതായത് കണ്ടസ്റ്റന്റ് നമ്പർ 5 ആണ്. ആ ടീമിലേക്ക് പോവാം. എരിശ്ശേരി ടീമാണ്. ഡോക്ടർ മെറീനയും ഡോക്ടറിന്റെ മോളുമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. വരൂ, സെലിബ്രിറ്റി ഡോക്ടറാണ് ഡോക്ടർ മെറീന. ഡോക്ടറാണ്. അമ്മ മകളെ കൂട്ടി ഒരു കോമ്പറ്റീഷന് വന്നിരിക്കുകയാണ്, അതും കുക്കിംഗ് കോമ്പറ്റീഷന്. മകൾ അടുക്കളയുടെ ഏരിയ പോലും കാണാറുള്ള ആളാണോ? ഷീസ് എക്സലന്റ് കുക്ക്. ആണോ? എന്നേക്കാൾ ബെറ്റർ ആണ്. ഷീ മേക്ക് സംതിങ് ന്യൂ റെസിപ്പീസ് എവറി ഡേ. മോളുടെ പേര് മറിയ. ഓക്കെ, അപ്പോ നിങ്ങൾ 2 പേരും നല്ല ഭംഗിയായിട്ട് ഒരേപോലത്തെ കളറാക്കിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾക്കാണോ ഇന്ന് ജയിക്കാൻ പോണത്, വിൻ ചെയ്യാൻ പോണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ടീം ഉപ്പേരി ടീമാണ്. ജിൻസനും ജിൻസന്റെ വൈഫുമാണ്. പ്ലീസ് വെൽക്കം. അമ്മമ്മയുടെ കൊച്ചുമകനാണ് ജിൻസിനെ. എല്ലാവർക്കും അറിയാം. ജിൻസനും ജിൻസന്റെ അമ്മയും ചേർന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഓരോ പിക്കിൾ ചേച്ചിയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എത്ര കഴിച്ചിട്ടുണ്ടോ? അല്ലെ, കഴിച്ചിട്ടുണ്ടോ? അവരുടെ പിക്കിളൊന്നും കഴിച്ചിട്ടില്ല, ചേച്ചിയും കഴിച്ചിട്ടില്ല. ഇന്ന് വന്നപ്പോ കൊണ്ടുവരുന്ന ഒരു ബോട്ടിൽ പിക്കിളെങ്കിലും. എത്ര വെറൈറ്റിയാണ് ജിൻസൺ പിക്കിൾ ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു 15 വെറൈറ്റി ഉണ്ട്. ഓക്കെ, അതില് വെജും ഉണ്ട് നോൺ വെജും ഉണ്ട് അല്ലെ? പ്ലസ് പിക്കിൾ മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങൾ ഇടിയിറച്ചി, ചപ്പം ഇതൊക്കെ ചെയ്യാനുണ്ട്. ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? കടകളിൽ വിൽക്കുന്നുണ്ടോ? എക്സ്പോർട്ട് ചെയ്യാണ് ചേച്ചി ഇവിടെ. ഫുൾ നമ്മൾ ഇന്റർനാഷണൽ ലെവലാണ്, നാട്ടില് കുറവാ കേട്ടെ. അപ്പൊ ഇന്നത്തെ പാചക മത്സരത്തിലേക്ക് നിങ്ങളെ 2 പേരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്കത്തട്ടിലേക്ക് ഇറങ്ങിക്കോളൂ. കാണാം. താങ്ക് യു. ഇനി നമ്മള് ഓലൻ ടീമിനെയാണ് വിളിക്കാൻ പോകുന്നത്. ഓലൻ ടീമിലെ ജാസിയുടെ പാർട്ട്ണർ ആണ് ആഷി. ഓക്കെ, വരൂ. ജാസി, ഈ കുക്കിംഗ് കോമ്പറ്റീഷൻ എന്നൊക്കെ അറിഞ്ഞിരുന്നോണ്ട് വരുമ്പോ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായിട്ട് ഭയങ്കര കോൺഫിഡൻസോടുകൂടെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതിന്റെ പിന്നിലത്തെ രഹസ്യം, വീട്ടിൽ നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ടാവും. കാരണം ഞങ്ങൾ നോർമലി ഹോട്ടൽ ഫുഡ് ഭയങ്കര കുറവാണ്, എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നത്. പക്ഷെ ആശയാണെങ്കിലും വീട്ടിൽ എത്ര ടയർഡായിട്ട് വന്നാലും കുക്ക് ചെയ്ത് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കാണ്ട് വീട്ടിൽ എത്തിയിട്ട് കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് കിടക്കുള്ളൂ. കാരണം അതാണ് 2 പേർക്കും ഇഷ്ടം. ആണോ? ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ആ ഒരു കോഴ്സിനെ എടുത്ത് പഠിക്കാൻ കാരണം. അപ്പൊ അങ്ങനെ പലതരത്തിൽ കുക്കിംഗ് ചെയ്ത് നല്ല ശീലമുള്ള ജാസിയും ആഷിയും നിങ്ങൾ നിങ്ങളുടെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിക്കോളൂ. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.
അടുത്ത ടീം ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മള് ഉടനെ അവരെത്തും, എന്നാലേ നമുക്ക് മത്സരം തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ അടുത്ത ടീം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ ടീമിലേക്ക് പോവാം. പച്ചടി ടീം, സുധിമോൾ. ചേട്ടന്റെ പേര് രതീഷ്. ഓക്കെ, സുധിമോളെ പിന്നെ എല്ലാവർക്കും അറിയാം. ഓരോ ചിരി പറഞ്ഞു, അതാ ഇച്ചിരി ബമ്പർ ചിരി. സന്തോഷാണല്ലേ എല്ലാ മക്കളെയും ചോട്ടിൽ അച്ഛന്റെ പേരൊക്കെയല്ലേ എനിക്ക് മഴയിൽ മനോരമ ഒരു ചിരി ബമ്പർ ചിരി. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ അവാർഡൊക്കെ കിട്ടി, അത് സന്തോഷായോ? പിന്നെയാണ് എല്ലാരും പറഞ്ഞു നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ ഇല്ല, നിന്നെ അവാർഡൊന്നും വിളിച്ചു. പിന്നെ ചുമ്മാ ഏതാണ്ടൊക്കെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥ പറഞ്ഞ അവാർഡ് തരികയല്ലേ. സോട്ട് അച്ഛന്മാര് വണ്ടി വിളിക്കുമ്പോ അവാർഡ് കിട്ടുമോ? സോട്ട് എനിക്ക് കിട്ടിയത്. ഞാൻ ഇപ്പൊ ആ പുള്ളി പോയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും, ഒരു അവാർഡെങ്കിലും കിട്ടിയല്ലോ. ധ്യാൻ ശ്രീനിവാസൻ. അല്ലല്ല, ഞാൻ പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ. എനിക്ക് ഭയങ്കര, എനിക്ക് നന്ദിയൊക്കെ പറയണ്ടേ. കൈയും കാലും പറഞ്ഞ നന്ദിയൊന്നും പറഞ്ഞു ഏതാണ്ടൊക്കെയോ പറഞ്ഞിട്ട് ഓടി. എനിക്ക് ഈ പയ്യനെ അടുത്ത് കിടമ്പോൾ തന്നെ എന്റെ കൈയും കാലും പറഞ്ഞു. ഞാൻ ചേട്ടാ ചേട്ടാ എനിക്ക് ആ കൊച്ചാ തോന്നുന്നു തരാൻ പോണത്. എനിക്ക് എന്നുവെച്ചാൽ ഇവരൊക്കെ ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷനായിരുന്നു. ഞാനും മേടിച്ചു. പക്ഷെ നന്ദിയൊന്നും പറഞ്ഞില്ല. സോറി മൈൽസ്റ്റോൺ, ഞാൻ നന്ദി പറയുന്നു. അന്ന് എനിക്ക് അവാർഡ് തന്ന മൈൽസ്റ്റോണോട് ഹൃദയം പറഞ്ഞ നന്ദി. ഓക്കെ, അപ്പൊ വീട്ടില് പാചകം ചെയ്യുമ്പോ പാചകം അടിക്കാറുണ്ടോ ഈ കുട്ടി? ഉണ്ട്. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നിങ്ങളൊക്കെ സൂക്ഷിച്ചോളൂ. ഇന്ന് ഇവിടെ പാചകം അടിച്ച് പാചകം ചെയ്ത് സമ്മാനം കൊണ്ട് പോണം. ഓക്കെ, അപ്പൊ അങ്കത്തട്ടിലേക്ക് പോയിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത ടീം ഇനിയും എത്തിയിട്ടില്ലല്ലോ. വരില്ലേ? പിന്നെ എങ്ങനെ ഷോ തുടങ്ങുന്നത്? എത്ര പേര് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യല്ലേ? എന്താണ് അപ്പൂസേ, എത്ര നേരമായിട്ട് ഇവരെല്ലാരും വെയിറ്റ് ചെയ്യാം? അവരെ നിർത്താം. അഖിലിനെ ആരെ നിർത്തണ്ട ഇവിടെ? പക്ഷെ അവരെ മാറ്റി നിർത്താം. നമ്മൾക്ക് ഷോ തുടങ്ങാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇപ്പൊ പെട്ടെന്ന് വിളിച്ചാൽ വരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അഖിലിനാണെങ്കിലും ആരുമില്ല. ഓക്കെ, ഞാൻ എന്നാ വേറെ 2 പേരെ ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് റെഡി ആക്കാം, വിളിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം അവരെന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൂസെ അവരോടൊന്ന് ചോദിച്ചു നോക്കുന്ന വരാൻ പറ്റുമോ? നിങ്ങളെ ഒരു രീതിയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ വേദിയില്. നിങ്ങൾ വന്നാൽ ഇവിടെ എന്തെങ്കിലും ഇങ്ങോട്ട് ചേർന്ന് നിൽക്കും. എനിക്ക് പേടി ഇവരെ ചേർത്ത് നിർത്താൻ. ഇവരെന്തെങ്കിലും പ്രശ്നം കണ്ടുപിടിക്കും. ഗ്രീൻ ഹൗസ്, നിങ്ങൾ ഇന്ന് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെ നിങ്ങൾ ചേർന്ന് നിൽക്കുള്ളൂ എപ്പോഴും. അതെന്താ? അങ്ങനെയാ? അതിന്റെ രഹസ്യം എന്താ? രഹസ്യമില്ല. പിന്നെ അല്ല, അത് ഞങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്. അതെ, ഒരുമിച്ച് നിൽക്കുന്നേ എപ്പോഴും ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേര് നിങ്ങൾ എവിടെയും പറയില്ല. ഗ്രീൻ ഹൗസ് എല്ലാവർക്കും അങ്ങനെ നിങ്ങളെ അറിയുള്ളൂ. ഞങ്ങൾക്കൊന്ന് പേര് പറഞ്ഞു തരാമോ ഇപ്പോ? എന്റെ പേര് രശ്മി, ആളുടെ പേര് രോഹിത്. രോഹിത്തും രശ്മിയും. അപ്പോ ഇപ്പൊ നിങ്ങൾ വന്ന വഴിക്കും നിങ്ങൾ നടക്കുന്ന വഴിയും പോകുന്ന വഴിയും ഒക്കെ വൃത്തിയുണ്ടോ? ഇവിടെ ശരിയാണോ? അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുവോ? അങ്ങനെ കണ്ണിൽ എന്തെങ്കിലും പെട്ടാൽ എന്തെങ്കിലും പെട്ടോ? ഒന്നും പെട്ടില്ല. ലിഫ്റ്റിലൊക്കെ എല്ലാം നോക്കിയായിരുന്നു. ഇല്ല, ഇപ്പൊ നമ്മള് ഇവിടെ വന്നത് പൈസ കൊടുത്ത് ഒരു റൂം എടുക്കുന്ന പോലത്തെ ചെലവുള്ള പരിപാടിയല്ലല്ലോ. അപ്പൊ നമ്മള് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തന്നിട്ട് നമുക്ക് തരാനുള്ള ബേസിക് സൗകര്യം തന്നില്ലെങ്കിലാണ് ഞങ്ങള് ഇത് പ്രശ്നമല്ലേന്ന് നിങ്ങളുടെ ചോദിക്കും. ഓക്കെ, സംഭവം അത്രേ ഉള്ളൂ. ഓക്കെ, ജെനുവൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലേ? പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ എല്ലാം ഓക്കെ ആണല്ലോ. ഇവിടെ എല്ലാം ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നത്? എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. ചിക്കൻ കറി, പ്രോൺസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തായാലും ഗ്രീൻ ഹൗസിനെയും ഞങ്ങൾ ഞങ്ങളുടെ അങ്കത്തട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് നിങ്ങൾ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇതാണ് നിങ്ങളുടെ കൂടെ മത്സരിക്കാനുള്ള ബാക്കി ടീമുകളെല്ലാം. ഓക്കെ, ശരി, അങ്ങോട്ട് പോയിക്കോളൂ.
നിങ്ങളിൽ ഒരാൾ ഇങ്ങോട്ട് വന്നോളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടീം കാളൻ ടീമിലേക്ക് പോവാം. കാളൻ ടീം ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് പറഞ്ഞേ? ടേസ്റ്റ് ഫസ്റ്റ് പച്ചമാങ്ങ കാന്താരി ഫിഷ് കറി. പച്ചമാങ്ങ കാന്താരി. ടേസ്റ്റ് ഫസ്റ്റ് ആണ് പേര് പറഞ്ഞാൽ മാത്രമേ ആ ഐറ്റത്തിന്റെ കംപ്ലീറ്റ് ഡിഷിന്റെ പേര് ശരിക്കും അങ്ങ് വരുള്ളൂ. ഓക്കെ, ടേസ്റ്റ് ഫസ്റ്റ് പച്ചമാങ്ങ കാന്താരി ഫിഷ് കറി. ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ ഉണ്ടോ? ഫിഷ് ഇല്ല. ഫിഷ് ഇല്ലേ? ബാക്കിയെല്ലാം ഉണ്ടാ ബാക്കിയൊക്കെ ഉണ്ട്. കാന്താരിയൊക്കെ ഉണ്ടാ കാന്താരിയൊക്കെ അരച്ച് സെറ്റാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്കുള്ള ഫിഷ് ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കുമ്പോ തന്നെ ഫിഷ് അങ്ങനെ എടുത്ത് ഞങ്ങൾ തരൂല. ഓക്കെ, ഞങ്ങൾ ഒരു ചോദ്യം ഒക്കെ ചോദിക്കും. ആ ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ നിങ്ങളുടെ ഇപ്പൊ ചേച്ചിയാണ് ലീഡർ, ചേച്ചിയുടെ അടുത്ത് പറയാ. ചേച്ചി അത് അവര് പറയുന്ന ആൻസർ ചേച്ചിക്ക് ചിലപ്പം ശരിയാണെന്ന് ഉറപ്പാക്കിക്കണം. ശരിക്കും കറക്റ്റ് ആൻസർ ആയാൽ മാത്രമേ ഞാൻ അപ്രൂവ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ പോയിന്റ് തരൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡന്റോട് കൂടി ചോദ്യത്തിന്റെ ആൻസർ എന്താന്ന് ആലോചിച്ച് ടീം ലീഡറുമായിട്ട് എന്താന്ന് വെച്ചാൽ വെച്ച് കറക്റ്റ് ആൻസർ പറയണം. റെഡി? അപ്പൊ ഫസ്റ്റ് ചോദ്യം. അപ്പൊ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രത്തിൽ ഏത് പേരിലാണ് പഴംപൊരി അറിയപ്പെടുന്നത്? പറയണോ? ഉത്തരം അറിയാവോ? എന്നാ പറഞ്ഞോ. രതീഷ്. അല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു അതല്ല. ഞാൻ പറഞ്ഞു അതാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കുക്ക് ചെയ്ത് പോവാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് സമയമുണ്ട്. നമുക്ക് ആലോചിക്കാനില്ല അല്ലേ? ചേച്ചിക്ക് എന്താ ഇത്ര ചേച്ചി സിനിമ കാണാറില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണ്. ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. കറക്റ്റ് ആണോ? ശരി, കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ചോദ്യത്തിന് കറക്റ്റ് ആൻസർ. ആ മക്കളെ വന്ന് കൊണ്ടോ? അതെ അതെ, എന്നാ ചൂടോടെ ഉണ്ടാക്കേണ്ട കറി. ടീം കാളൻ. താങ്ക് യു. അങ്ങനെ കാളൻ ടീമിനുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ടീം ഡോക്ടറെ നിങ്ങളുടെ ഐറ്റം എന്താണ് ഡോക്ടർ? ടേസ്റ്റ് ഫസ്റ്റ് കാരക്കോണം കോഴിക്കുളമ്പ്. ആഹാ, ഡോക്ടർ ഈ പേര് പറഞ്ഞ ശീലമുള്ളത് എനിക്ക് ഉറപ്പാണ്. ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ലൈവില്. മോളെ നീ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പറയാമോ ഇങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്? അറിയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ചേച്ചിക്കല്ലേ ചാൻസ് കിട്ടിയത്. ഇനി ഞാൻ അഖിലിന് ഒരു ചാൻസ് കൊടുക്കാം. മകനെ, അവരുടെ കോഴിക്കുളമ്പ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? അവിടെ ഉണ്ടോ? കോഴിയുണ്ടോ? കോഴിയില്ല, ബാക്കിയല്ല. അപ്പൊ അതിന് കോഴിക്കുളം ഉണ്ടാക്കേണ്ട കോഴിയുടെ അത് ഇവിടെയാണ്. അപ്പൊ അത് ചേച്ചിക്ക് തന്നെ കൊടുക്കാം. ചേച്ചിയുടെ സൈഡിലായിരിക്കണം കോഴിക്കുളം. അപ്പൊ ചേച്ചിക്ക് തന്നെ പോവാണ്. ഓക്കെ, ഓട്ടോ എന്ന ചിത്രത്തിൽ കുഞ്ചൻ ശ്രീനിവാസിനെ കളിയാക്കി വിളിക്കുന്ന പേര് എന്താണ്? പെട്ടു. അറിയില്ല. ലീഡറെ പെട്ടു സഹായിക്കോ? അല്ലെങ്കിൽ അവര് പറയാൻ നോക്കൂ. എന്താണ്? മുണ്ടൻ അങ്ങനെ എന്തോ അല്ലേ? എനിക്കറിയില്ല. ചേച്ചിക്ക് ഒരു പോയിന്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? അവർക്കറിയില്ല. എന്നാ പിന്നെ ടീം ലീഡർ സഹായിക്കട്ടെ അവരെ. ടീം ലീഡറെ പറയൂ. മുണ്ടൻ. മുണ്ടൻ? എന്ത് മുണ്ടൻ? എന്ത് മുണ്ടൻ? അതിങ്ങനെ പെട്ടെന്ന് മുണ്ടൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയുമ്പോ ഫുൾ അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാം. പ്ലീസ് പാവ, നിങ്ങൾ ചിക്കൻ കാത്തേക്കല്ലേ? അപ്പൊ ഫുൾ കൊടുക്കാം. മുണ്ടൻ തമ്പി, അതാണ് തമ്പി. ഓക്കെ, അപ്പൊ അവർക്കുള്ള ചിക്കൻ ചേച്ചി കൊടുത്തോളൂ. വന്ന് വാങ്ങിച്ചോളൂ ചിക്കൻ. ഓടിവാ. താങ്ക് യു. അടുത്ത ടീം ജിൻസൺ, നിങ്ങളുടെയാണ്. എന്താണ് ഐറ്റം? ടേസ്റ്റ് ഫസ്റ്റ് ചിക്കൻ കേതൽ ഫ്രൈ. ടേസ്റ്റ് ഫസ്റ്റ് ചിക്കൻ കേതൽ ഫ്രൈ. വാവ്, കേതൽ ഫ്രൈ. എന്റെ എന്തൊരു ടേസ്റ്റി ആണ്. ഭയങ്കര ടേസ്റ്റ് സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ ജിൻസൺ അതൊക്കെ ഉണ്ടാക്കാനുള്ള ചിക്കൻ മാത്രമായിരിക്കും അവിടെ ഇല്ലാത്തത് അല്ലേ? ബാക്കിയൊക്കെ ഉണ്ടോ? ഉറപ്പാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ട കേത്തൽ ചിക്കൻ ഉള്ളതും ഇവിടെയാണ്. ഓ, ഇതെല്ലാം ചേച്ചിയാണല്ലോ. അഖിലിന് ചാൻസ് വന്നിട്ടില്ല. ഇത്ര പേരുണ്ട്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. ഗോഡ് ഫാദറിലെ ആനപ്പാറ അച്ചമ്മ ആനയെ കൊണ്ട് എന്ത് തളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? പനിനീര്. ഇത് ഞാൻ എന്ത് പറഞ്ഞു ഫൈറ്റ് ചെയ്യാനല്ലേ? പനിനീര്. ചേച്ചി ഡയലോഗ് പറഞ്ഞേ. പനീർ തളിയാണ്. വന്നോളൂ. കേത്തൽ ചിക്കൻ. ഓക്കെ, അടിപൊളി. അപ്പൊ ചേച്ചി 3 പോയിന്റും നേടി. ഇനി അഖിലേ നാണം കെട്ടൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇത്രയും നാളും മുഖവും കാണിച്ചു, പേരും പറഞ്ഞു, നാണക്കേടാവും.
ചേച്ചി നോക്കി. ശരി, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ എന്താ ഐറ്റാണ് ഉണ്ടാക്കാൻ പോണേ ജാസി? ടേസ്റ്റ് ഫസ്റ്റ് പ്രോൺസ് ഗീ റോസ്റ്റ്. ടേസ്റ്റ് ഫസ്റ്റ് പ്രോൺസ് ഗീ റോസ്റ്റ്. അപ്പൊ പെട്ടെന്ന് പ്രോൺസ് ആയിരിക്കും ഇല്ലാത്തത് അതെ, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ പ്രോൺസ് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് സ്വാഭാവികം പ്രോൺസ് ഒക്കെ തരാം. ഇവിടെ ഉണ്ട്. കോട്ടയം കുഞ്ഞച്ചന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ മോഹൻലാലിന് പകരം വന്ന ആൾ ആരാണ്? നമ്മുടെ മമ്മൂക്കയുടെ മൂവി. അതറിയാം. ആ കഥാപാത്രത്തിന്റെ പേരാണ് അറിയേണ്ടത് കേട്ടോ. ആരാണ്? പെട്ട് അഖിലും പെട്ടു. അഖിലിപ്പം വന്ന വഴി ഓടുന്ന കാണാം. ഞങ്ങൾ കാറിലേ ഒളിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചാലും ഞങ്ങൾ ഒളിച്ചിരുന്ന ആൻസർ പറയുള്ളൂ. ആരാന്നറിയാമോ? ഇന്ദ്രൻസ് ആണോ? അല്ല, ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞേക്കാം. പച്ചക്കളം വാസു. അതാണ് ഇപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ആൻസർ. അത് അറിയണ്ടാവില്ല. ഓക്കെ ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളത് എന്തെങ്കിലും നോക്കട്ടെ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ സിമ്പിൾ ഉണ്ടോന്ന് കുഞ്ഞിരാമായണത്തിൽ ചോദിക്കാം. കുഞ്ഞിരാമായണം വിനീത് ശ്രീനിവാസന്റെ ഓക്കെ. കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിൽ പരാമർശിക്കുന്ന ആ നാടിനെ വേട്ടയാടുന്ന ശാപം അതെന്താണ്? കള്ള് കൊണ്ടുപോകാൻ പറ്റില്ല. സൽസ എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡ് അറിയായിരുന്നോ? കാരണം ഞാൻ സൽസ കുടിക്കണില്ല കേട്ടോ. സൽസ ശാപം എന്ന് പറഞ്ഞിട്ടാണല്ലോ അറിയുന്നത്. പിന്നെ ആ മൂവി ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. കോമഡി മൂവി അല്ലേ. അപ്പൊ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ അധികം ഇടുന്ന മൂവീസിലൊരു മൂവിയാണ് കുഞ്ഞിരാമായണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റി. ഓക്കെ, എന്നാ കൊടുത്തോളൂ. പ്രോൺസ് കൊടുത്തോളൂ. ശ്രദ്ധിച്ചുണ്ടാക്കണം, സൂക്ഷിച്ചുണ്ടാക്കണം, ടേസ്റ്റ് ആയിട്ടുണ്ടാക്കണം. അതെ, ടേസ്റ്റ് ഫസ്റ്റിന്റെ സിഗ്നേച്ചർ ഐറ്റം ആണ്. ഓക്കെ, വൈകി വന്ന വസന്തങ്ങളെ നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോണത്? വല്ല ഐഡിയ ഉണ്ടോ? ഞങ്ങള് ടേസ്റ്റ് ഫസ്റ്റിന്റെ ബീഫ് കാന്താരി മപ്പാസ്. ടേസ്റ്റ് ഫസ്റ്റ് ബീഫ് കാന്താരി മപ്പാസ്. അപ്പോൾ നിങ്ങളുടെ ഉണ്ടാക്കേണ്ട ബീഫാണ് അവിടെ ഇല്ലാത്തത്. ഓക്കെ, ബീഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്, സാധനം റെഡിയാണ്. പക്ഷെ നിങ്ങളിലേക്കുള്ള ചോദ്യം, പട്ടാഭിഷേകം എന്ന ചിത്രത്തിലെ ആനയുടെ പേര് ഓർമ്മയുണ്ടോ? പട്ടാഭിഷേകം ചിത്രം ഓർമ്മയുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു ആനയായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. ആ ആനയുടെ പേരെന്താണ്? ആ ക്യാരക്ടറിന്റെ പേര്? ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടിയോ? അതെ. അല്ല അല്ല അല്ല. നായികയുടെയും ആനയുടെയും പേര് ഒന്നല്ലേ? ദേവിക്കുട്ടിയാണോ? ദേവിക്കുട്ടിയാണ്. ലക്ഷ്മിക്കുട്ടി. ഇവിടുന്ന് നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് പറയുന്നത് ദേവിക്കുട്ടി എന്നാ. സഹായിച്ച ആളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ചാടി കയറി ഉത്തരം തെറ്റത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ കുറച്ചൊന്ന് ആലോചിക്കണ്ടേ? എന്താ മകളെ? ടീം ലീഡർ പറയൂ. അഖിലിന്റെ 3 അവര് പറയുന്നുണ്ട്. ഇപ്പൊ ലക്ഷ്മിക്കുട്ടി എന്നും പറയുന്നുണ്ട്, ദേവിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. ദേവിക്കുട്ടിയാണോ? പിന്നെ ആരാ? ലക്ഷ്മിക്കുട്ടിയാണോ? അപ്പൊ ചേച്ചി ലക്ഷ്മിക്കുട്ടിയാണ്. ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ആണ് ലക്ഷ്മിക്കുട്ടി. ബാബാ, കറക്റ്റ് ആൻസർ. അതെന്താ അവർക്ക് മാത്രം? നിങ്ങൾക്ക് മാത്രം കറക്റ്റ് ആൻസർ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട അഖില് ഒന്ന് തോറ്റ് പിന്നെയും ഒന്നിങ്ങനെ കറക്റ്റ് പറഞ്ഞത് കൊണ്ട് പ്രോത്സാഹനമായിട്ട് കീർത്തി നിർമ്മലിന്റെ നല്ലൊരു വെളിച്ചെണ്ണയും കൂടി ഞങ്ങൾ സമ്മാനിക്കുകയാണ്. അപ്പൊ അഖിൽ ഒന്ന് തോറ്റാൽ എന്തുകൊണ്ടാണ്? കണ്ട ഇങ്ങനെ കണ്ട കീർത്തി നിർമ്മലിന്റെ വെളിച്ചെണ്ണ. ഞാൻ 3 ഉത്തരവും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇത് അഖിലിന് അറിയില്ല അഖില് പബ്ലിക്കായിട്ട് പറഞ്ഞേ. എന്നിട്ട് കീർത്തി നിർമ്മൽ. അപ്പൊ ഞങ്ങളുടെ 3 നിങ്ങൾക്ക് നല്ല ബുദ്ധി. ശരിയാണോ? നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇവർക്ക് കുറച്ച് ബുദ്ധി കുറഞ്ഞതുകൊണ്ട് കീർത്തി നിർമ്മലിന്റെ എണ്ണ ഒഴിച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് ബുദ്ധി വന്നിട്ട് അടുത്ത മത്സരത്തിൽ ജയിക്കട്ടെ ഓർത്ത് പാവങ്ങളല്ല. ആൻസർ എനിക്ക് പേര് ഓർമ്മയില്ല. പക്ഷെ അവർ പറഞ്ഞ മനസ്സിലായി എന്താ ദേവിക്കുട്ടിയില്ലെന്ന് ഉറപ്പ് 100%. ഇവർക്ക് കീർത്തി നിർമ്മലിന്റെ വെളിച്ചെണ്ണ കൊടുത്തു. ചേച്ചി പോകുമ്പോ ഞാൻ കേജി നിർമ്മലിന്റെ 5 കിലോയുടെ പാക്കറ്റ് ഞാൻ തന്നു വിടും. എല്ലാവർക്കും 5 കിലോയുടെ പാക്കറ്റ്. ഓക്കെ, അത് തരാം. എന്നിട്ട് നമ്മളിപ്പോ അടുത്ത ലാസ്റ്റ് നമ്മുടെ മകളെ എന്തോ എന്താണ് ഉണ്ടാക്കാൻ പോണത്? കോട്ടയം മീൻകറി. കോട്ടയം മീൻകറിയോ? അങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഇല്ലല്ലോ. ടേസ്റ്റ് ഫസ്റ്റ്. ചിരിച്ചോണ്ട് പറഞ്ഞേ ടേസ്റ്റ് ഫസ്റ്റ്. ഞാൻ പറഞ്ഞ വേറെ അക്ഷയമായി പോയെന്ന് പറഞ്ഞ് പേടിച്ചില്ല. കോട്ടയം മീൻകറി. കോട്ടയം മീൻകറി ഞങ്ങൾ എടുക്കൂല. ടേസ്റ്റ് ഫസ്റ്റ് കോട്ടയം മീൻകറി. കോട്ടയത്ത് തന്നെയല്ലേ നിങ്ങളുടെ വീടും? അതെ. അപ്പൊ ശരി, മീനൊക്കെ ഉണ്ടോ കലക്കാൻ അവിടെ? ഇല്ല. അതിനെ എന്ത് ചെയ്യും? എന്നിട്ടിട്ട് കലക്കും. അവിടെ മീൻ വേണ്ടായോ? ലീഡറിന്റെ വല്ല പ്രതീക്ഷ ഒന്നും ഇല്ല. നിങ്ങളങ്ങ് ആലോചിച്ച്
ഉത്തരം പറഞ്ഞോളൂ. ചതിക്കാത്ത ചന്തുവിൽ ജയസൂര്യയുടെ കഥാപാത്രം എഴുതുന്ന കഥയുടെ പേര്. വസുമതിക്ക് ഒരു പ്രണയലേഖനം. അയ്യോ കുറച്ച് മാറിപ്പോയി. അയ്യോ. ഒന്ന് സഹായിച്ചു പ്രേമലേഖനോ? കൊടുക്കൂ. പ്രേമലേഖനോ? അത് തന്നെ. വസുമതിക്ക് ഒരു പ്രേമലേഖനം. സൂപ്പർ നമുക്ക് മീൻ കൊടുക്കാം. വന്നോളൂ, വന്ന് മീൻ കളക്ട് ചെയ്തോളൂ. Yay! Yes. താങ്ക് യു. കോട്ടയത്ത് നിന്നായതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും നമ്മളിപ്പം അവർക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസും അവർക്ക് വേണ്ട സബ് ഇൻഗ്രീഡിയൻസും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഫെസ്റ്റിന്റെ MD മിസ്റ്റർ ലിജോ അദ്ദേഹമാണ് ഇന്നിവിടെ എത്തി ടേസ്റ്റ് ഫെസ്റ്റ് കേറ്ററേഴ്സിന്റെ ഈ വിഭവങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എല്ലാം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വാചകത്തിന്റെ ആ ഒരു സെഗ്മെന്റ് ഇവിടെ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത മേഖലയിലേക്ക് പാചക മേഖലയിലേക്ക് കടക്കുന്നു. അതും കഴിഞ്ഞിട്ടാണ് ശരിക്കും അഖിലിന് ഇൻട്രസ്റ്റ് ഉള്ള മേഖല കഴിക്കുക എന്നുള്ള മേഖലയിലേക്ക് എത്തുള്ളൂ. പക്ഷെ എന്തായാലും ഇവിടെ പെർഫോമൻസ് തെളിയിച്ച് നിന്ന് ഇവിടെ ലീഡേഴ്സിൽ നമ്മുടെ റീന ചേച്ചിയാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് 3 പോയിന്റ് കൊണ്ട്. അഖിലിനെ കിട്ടിയില്ല. ഇനി നമുക്ക് ഓക്കെ. അപ്പൊ അതിന് തൊട്ട് മുമ്പേ നമുക്ക് ഇത്രയും നല്ല വിഭവങ്ങളൊക്കെ ഇവിടെ തന്നിരിക്കുന്ന ടേസ്റ്റ് ഫെസ്റ്റ് കേറ്ററേഴ്സിന്റെ MD മിസ്റ്റർ ലിജോ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിനെയും കൂടെ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്തും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് തുടങ്ങാം. മിസ്റ്റർ ലിജോ വരൂ. നമസ്കാരം. നമസ്കാരം. ആദ്യം നമ്മുടെ മൈൽ സ്റ്റോണിന്റെ അവാർഡ് ഫംഗ്ഷൻ അന്ന് അവിടെ വന്നിരുന്നു. ആദ്യം ഞങ്ങൾ അവിടെ ഓഡിയൻസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്നപ്പം ഫസ്റ്റ് മല്ലികാമേനെ നിങ്ങൾ അങ്ങ് കൊണ്ടുപോയി ചിക്കനും മല്ലികാമയ്ക്കായി അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കൊണ്ട് കൊടുത്തു. മല്ലികാമേനെ അങ്ങനെ ഫ്ലാറ്റ് ആക്കി അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോയി മല്ലികാമ കഴിച്ചു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഭയങ്കര നല്ലതാണെന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും പിന്നെ ഈ അവാർഡ് ഫംഗ്ഷൻ അവിടെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോയി ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള വിഭവങ്ങളായിരുന്നു നിങ്ങൾ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിച്ചത്. അന്ന് ഞങ്ങൾ അവിടെ കൊടുത്തത് ഞങ്ങളുടെ സിഗ്നേച്ചർ ഡിഷസ് ആയിരുന്നു. അവിടെ കൊടുത്തത് പാൽക്കപ്പ, കോട്ടയം ഫിഷ് കറി, സംതിങ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. വെജ് ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ചില സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് അവിടെ ഉണ്ടാക്കിയത്. സീക്രട്ട് ഉണ്ടോ നമ്മുടെയൊക്കെ കിച്ചണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ? അത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മള് അത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടുന്ന ഒരു കൈപ്പുണ്യമാണ്. നമ്മുടെ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഒരു കേറ്ററിംഗ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ഇതിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഷെഫ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ഷെഫ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ താങ്കളും അവിടെ ഷെഫിന്റെ കൂടെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഇനി അവർക്ക് കുക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കാം. ഓക്കെ, എവരിബഡി ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം 20 മിനിറ്റ് ആണ്. 20 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ഈ മേൽ പറഞ്ഞ കുറെ ഡിഷ് നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ പറഞ്ഞില്ല, അത് നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇവിടെ തരണം. എങ്ങാനും 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഔട്ട് ആയി കേട്ടോ. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിയോ? ഓക്കെ. നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കാതെ ഞങ്ങൾ ഇവിടെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും, ഡിസ്ട്രാക്ട് ചെയ്യും. നിങ്ങളെ പല രീതിയിലും ഞങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരുമിച്ച് വാചകം അടിച്ച് പാചകം ചെയ്യാൻ പറ്റുന്നത് ആരാണോ അവരാണ് വിജയിക്കുക. നിങ്ങളൊന്നും കേൾക്കുന്ന പോലുമില്ല. എന്താണ് മൈൻഡ് ചെയ്യണില്ലേ? ഈ മനുഷ്യൻ പറയുന്നേ വേഗം ഉണ്ടാക്കണി ഇത് പെയിന്റ് അടിക്കുന്ന പോലെ അല്ലേ ഇത് ആധികാരികമായിട്ട് നമ്മൾ സെർച്ച് ചെയ്തു. സുധിക്കിത് കണ്ണും പൂട്ടിയ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. കോട്ടയം മീൻകറി അല്ലേ? പിന്നെ അടിപൊളി. അഖിലൊന്നും മിണ്ടാതെ ഇവിടെ നിൽക്കുന്നത്. അഖില് ഇങ്ങനെ ഏറ്റവും എന്താ പറയാ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം തോന്നിയ അല്ലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇനിയും കഴിക്കണം എന്ന് തോന്നിയ ആ ഒരു വിഭവം ഡിഷ് അതെന്താണ്? അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ അൺപ്രൊഫഷണലാ. കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് സവോളയിട്ട് സവോളയുടെ പുറത്ത് കടുക് അത് ഞങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോ മനസ്സിലാവും കടുക് പൊട്ടിയിട്ടുണ്ടോ കണ്ട അപ്പൊ തന്നെ വിളിച്ചു പറയും. ഇതൊക്കെ ട്രേഡ് സീക്രട്ടാ. ഇതൊക്കെ വേറെ ലെവല സാധനങ്ങളാ. ശരി, നന്നായി. എന്തായി ഡോക്ടറെ? സവാള ഇഞ്ചിയൊക്കെ അമ്മയാണോ ഇപ്പൊ ഫൈനലി കുക്ക് ചെയ്യുന്നത്? മകളല്ലേ അമ്മ കുക്കിംഗ് ഇളക്കി പോയി. ഓക്കെ നടക്കട്ടെ.
അതെ അതെ അതേപോലെ ഇവിടെ നിങ്ങൾ ആവശ്യത്തിനേറെ നമ്മുടെ കീർത്തി നിർമ്മലിന്റെ വെളിച്ചെണ്ണ ഇട്ടോ? ഒഴിച്ചിട്ടുണ്ട് കടുക് വായിൽ കടിക്കും. ഗ്രേവി അങ്ങനെ തട്ടിക്കും. ഇവിടെ എന്തായി സുധിക്കുട്ടി? കൂടുതൽ ഞാൻ ഇളക്കല്ലേ. കുറച്ച് എണ്ണ കോരി ഇടണോ? വേണ്ട, അത്യാവശ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വീട്ടിൽ തന്നോടാ കീർത്തി നിർമ്മൽ. അതിൽ ഞാൻ കൊണ്ടുപോവാം. ഞാനെല്ലാം നോട്ടോട്ട് കീർത്തി നിർമ്മലിന്റെ അരിയുണ്ട്, എണ്ണയുണ്ട്. ഇവിടെ എന്തായി? പലതും നടക്കുവോ? ചേട്ടൻ സ്പൂൺ പിടിക്കുന്ന കണ്ടറിയാം, ഒരു വഴിക്ക് അറിയില്ലാന്ന്. സ്പൂണൊക്കെ നല്ല ഭംഗിക്ക് ഇത് വെച്ച് അങ്ങനെ പിടിച്ചാൽ എനിക്കൊരു അവിടെ മാത്രമേ സാനിറ്റൈസ് ചെയ്തിട്ടുള്ളൂ. അല്ല ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നില്ലേ സാനിറ്റൈസർ? അതെന്താ സാനിറ്റൈസർ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമോ? ആണോ? അന്ന് മനസ്സിലായില്ല, അന്ന് വന്നപ്പോ മൈൽ സ്റ്റോണിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. ശരി, ഇവിടെ എന്തായി ജാസി? ഉള്ളി നന്നായിട്ട് വാടി വരുന്നുണ്ട്. നമ്മൾ മസാല ചേർക്കാൻ വേണ്ടി പോകും. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുന്നു. നിങ്ങൾ ആരും ഒരു അക്ഷരം പോലും ഇനി സംസാരിക്കാൻ പാടില്ല. ഇനി സൈലന്റ് ആയിട്ട് കുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. സൈലന്റ് ആയിട്ട് നിന്ന് കുക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. ഇവര് സൈലന്റ് ആയിട്ട് തന്നെ നിന്ന് കുക്ക് ചെയ്തോട്ടെ. പക്ഷെ അതിനിടയിൽ നമുക്ക് കുറച്ച് ഫണ്ണും ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് നമുക്ക് ഇവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം വീണ്ടും. അപ്പോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കീർത്തി നിർമ്മൽ ഡെലിവറിംഗ് ഹാപ്പിനെസ്. വാചകമല്ല പാചകത്തിലെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കൗതുകം ലേശം കൂടുതലാ. ആ ഒരു സെഗ്മെന്റിലേക്ക് പോവാ. കുറച്ച് കൗതുകം കൂടിയ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആദ്യം ഞാൻ ഇവിടെ ലീഡറുടെ ഈ റീന ചേച്ചിയുടെ ലീഡർഷിപ്പിലുള്ള ടീമിലേക്കാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ അവര് നേരത്തെ ചേച്ചി സഹായിച്ചു, അതിനൊക്കെയാണ് അവർക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ഒക്കെ കൊടുത്തു വിട്ടത്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ അങ്ങ് സഹായിക്കാൻ സമ്മതിക്കൂല. ഓക്കെ, ചേച്ചിയും ഒന്ന് മോണിറ്റർ നിൽക്കുക. അവരെ അതേപോലെ ചേച്ചി അവരുടെ കുക്കിങ്ങിനിടയിൽ വേണമെങ്കിൽ സഹായിക്കാൻ കൊടുക്കാം. പാവം റീന ചേച്ചിക്ക് അത്യാവശ്യം സഹായിക്കാൻ അറിയാലോ, വേണമെങ്കിൽ റീന ചേച്ചി സഹായിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അവരോട് ചോദ്യം ചോദിക്കുകയാണ്. അവർ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ചേച്ചിക്ക് അവരെ പോയി സഹായിക്കാം. ഓക്കെ, ചേച്ചിയുടേതായിട്ടുള്ള എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആ ചേച്ചിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശരി, ഞാൻ ഇനി കൗതുകം ലേശം കൂടുതൽ ആ സെഗ്മെന്റിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാൻ കേട്ടോ. ചേച്ചി നിങ്ങളുടെ ടീമിലേക്ക് ചോദിക്കാൻ പോണു. ഓക്കെ ശരി. ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട ദോശ. ദോശ. ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ അഖിൽ അറിയാതെ അഖിലിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാൽ ഒരു കൊട്ട. പച്ചക്കൊരു കെട്ട്, ചുട്ടാൽ ഒരു കൊട്ട. ആരാ ആദ്യം പറഞ്ഞേ? റോഹിതാണ് പറഞ്ഞത്. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. അപ്പൊ വീണ്ടും അഖിൽ ഒന്നും അറിയാതെ ഇവര് ശ്രദ്ധിക്കുന്നില്ല. തോറ്റ്. ഇല്ല കുഴപ്പമില്ല, കാരണം ഇവര് ഈ ഡിഷിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. നോക്കല് പോലും ഇല്ല, പിന്നെ കേക്കണത്. പക്ഷെ ചേച്ചി ഇപ്പൊ അവിടുന്ന് പറയുന്നുണ്ട്, കീർത്തിക്കാര് പറയാണ് കീർത്തിയുടെ അരി വേണമെങ്കിൽ, കീർത്തി നിർമ്മലിന്റെ 5 കിലോയുടെ അരി വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജയിച്ചിട്ട് എന്നെ പോണം, അല്ലാതെ അവർ തരില്ല എന്നാണ് കേട്ടാ. 5 കിലോ അരി വേണോ? അല്ല, ഞങ്ങൾക്ക് 10 കിലോ തരണം. ഞങ്ങളാണ് ആദ്യം വിജയിച്ചത്. അത് 10 കിലോ ഒക്കെ അരി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദ്യം കൂടെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഓക്കെ, എന്നാലും കീർത്തി നിർമ്മലിന്റെ വെളിച്ചെണ്ണ അരിയൊക്കെ ഞങ്ങൾ തരും. ഓക്കെ, അടുത്ത ചോദ്യം, കുപ്പായ മൂരി കിണറ്റിൽ ചാടി. പഴംപൊരി. പഴംപൊരി, പപ്പടം. ഇത് പപ്പടോ? ഇതല്ലേ പഴോ? പഴോ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഇവരാണ് ആദ്യം പറഞ്ഞത് പഴംപൊരി. പഴംപൊരി. ആ ഓക്കെ, അപ്പൊ ഇവരെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പഴംപൊരി ആവണമെന്നില്ല, പഴം പൊളിച്ചു. അപ്പൊ റീന ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, മഞ്ഞപ്പട്ടും ചുറ്റി ഒരുങ്ങി മുള്ളിനടിയിൽ ഇരിക്കുന്നു. മഞ്ഞപ്പട്ടും ചുറ്റി ഒരുങ്ങി പൈനാപ്പിൾ. അയ്യോ, മുള്ളിനടിയിൽ പൈനാപ്പിൾ. അത് പൈനാപ്പിൾ ആണ്. ഈ വിജയം ഞാൻ അനുവദിക്കില്ല, കാരണം പോയിന്റ് വെറുതെ കിട്ടിയതാണ്. ലീഡർക്ക് ഈ ഒരു വിജയത്തിൽ ഒരു പങ്കുമില്ലതെ. കീർത്തി നിർമ്മൽ ഇവിടുന്ന് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും അരിയൊക്കെ തരും. അഖിലിനെ കൊണ്ടാ ഞങ്ങള് സമ്മതിക്കില്ല. മാത്രമല്ല കളിക്കുന്നേ, മെമ്പേഴ്സ് കളിക്കത്തില്ലേ, ഞങ്ങള് കൊണ്ടുപോകും ആ അരി വെളിച്ചെണ്ണ. ആ നോക്കട്ടെ. ശരി, അടുത്ത ചോദ്യം, മുറ്റത്തൊരമ്മ കുട ചൂടി നിൽക്കുന്നു. ചേമ്പ്. ചേമ്പോ?
ഇല്ല മഷ്റൂം അവിടെ ഒരാൾ ചേമ്പ പറഞ്ഞേ. ആ പോയി മോനെ, ഉത്തരം തെറ്റിപ്പോയി. ഇവിടെയാണ് കറക്റ്റ് ആൻസർ, ഇവിടെയാണ് കറക്റ്റ് ആൻസർ. മഷ്റൂം. മുറ്റത്തരമ്മ കൂടെ ചൂടി നിൽക്കുന്നു. ലീഡ് ചെയ്ത് റീന ചേച്ചി വന്നാൽ അറിഞ്ഞൂടെ, ജയിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരേ ഒരു ചോദ്യം. സുതിമോളെ കറിക്ക് മുമ്പൻ ഇലയ്ക്ക് പിമ്പൻ. കറിവേപ്പില. ആണോ? കറിവേപ്പില. കറിവേപ്പില. കറിക്ക് മുമ്പൻ ഇലയ്ക്ക് പിമ്പൻ. കറിവേപ്പില. അതെങ്ങനെ കറിവേപ്പിലാവുന്നത്? എല്ലാ കറിയിലും കറിവേപ്പില വേണം, പക്ഷെ അത് എല്ലാം എടുത്ത് അങ്ങ് ഒഴിവാക്കത്തില്ല. അതായത് ഇലക്ക് പുറകിലേക്ക് അങ്ങ് തട്ടും. ഞാനൊക്കെ കറിവേപ്പില കഴിക്കാറുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കറക്റ്റ്. ഞാനും കഴിക്കാറുണ്ട്. കറിവേപ്പില നല്ലതാണ് മുടിക്ക്, പക്ഷെ ഒരു 100-ൽ 50% ആൾക്കാർ അത് കഴിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് കറിക്ക് പിൻപേ കറിക്ക് മുമ്പേ ഇലക്ക് പിമ്പേ ആയിപ്പോയി. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ശരിയാന്ന്? എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ കണ്ണേ രണ്ടും പുറത്താണ് അഖിലിന്റെ. ആ കണ്ണെടുത്തൊക്കെ തിരിച്ചു വെക്കാം. ഇങ്ങനെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഭാഗ്യം